സച്ചിൻ ടെണ്ടുൽക്കർ വിശേഷണങ്ങളോ പരിചയപ്പെടുത്തലുകളോ ആവശ്യമില്ലാതെ എല്ലാവർക്കും സുപരിചിതമായ പേര്. ക്രിക്കറ്റ് എത്രയേറെ പ്രചാരം നേടിയാലും ഒട്ടനവധി താരങ്ങൾ കാലാകാലങ്ങളിൽ വാഴ്ത്തപ്പെട്ടാലും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഒറ്റ പേരോളം ഓളം തീർക്കാൻ ഒന്നിനുമാകില്ല എന്നതാണ് വാസ്തവം. കോടാനുകോടി ഹൃദയങ്ങളെ കീഴടക്കിയ ഇതിഹാസത്തിന് ഇന്ന് 51 വയസ്സ് തികയുന്നു. സ്കൂൾ ക്രിക്കറ്റിൽ ശ്രദ്ധേയനായി ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ സച്ചിന് വയസ്സ് 16. പാകിസ്ഥാനെതിരെയായിരുന്നു സച്ചിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം. പിന്നീട് ഇങ്ങോട്ട് റെക്കോർഡുകൾ കുറിച്ചും തിരുത്തിയും നമ്മളെ ആവേശഭരിതരാക്കി. ഇന്ത്യൻ കായിക രംഗത്തെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു താരമില്ല. കളത്തിനകത്തും പുറത്തും മാന്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും ആരാധന പാത്രമായി. കായിക പ്രേമികൾക്ക് ക്രിക്കറ്റ് മതവും സച്ചിൻ ദൈവവുമായി മാറിയത് പെട്ടെന്നായിരുന്നു. 49 ഏകദിന സെഞ്ചുറികൾ എന്ന സച്ചിന്റെ റെക്കോർഡ് കഴിഞ്ഞ വർഷം നടന്ന ലോകകപ്പിനിടെ വിരാട് കോഹ്ലി മറികടന്നിരുന്നു. എന്നാൽ ടെസ്റ്റിലെ 51 സെഞ്ചുറികൾ എന്ന അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇന്നും ആർക്കും തകർക്കാനാകാതെ നിലകൊള്ളുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ എന്ന നാഴികക്കല്ല് പിന്നിട്ട ഏക താരവും സച്ചിൻ തന്നെ. രാജ്യത്തെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്ററുമാണ് സച്ചിൻ. കൂടാതെ രണ്ടാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യത്തെ കായിക താരമെന്ന ബഹുമതിയും സച്ചിന് സ്വന്തം. 2011 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായി. തൊട്ടടുത്ത വർഷം ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടി കരിയറിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികളെന്ന അനുപമ നേട്ടം സച്ചിൻ കൈവരിച്ചു. 2.5 പതിറ്റാണ്ടോളം നീണ്ട ഐതിഹാസിക കരിയറിനാണ് സച്ചിൻ ടെണ്ടുൽക്കർ വിരാമമിട്ടത്. 2012 ഡിസംബർ 23 ഏകദിന ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതായി സച്ചിൻ അറിയിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരെ കരിയറിലെ തന്റെ 200ാം ടെസ്റ്റ് കളിച്ചാണ് സച്ചിൻ ക്രിക്കറ്റിന്റെ പരമോന്നത തൂവള്ള കുപ്പായത്തിൽ നിന്ന് വിടവാങ്ങിയത്. ഇപ്പോഴും ഇന്ത്യൻ കായിക രംഗത്തെ അഭിമാനവും ആവേശവുമാണ് സച്ചിൻ. You are watching India's first NGO television, Malanadu TV India.